ഇന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം, ഒരു ട്വിസ്റ്റോട് കൂടിയിട്ട്. ഓക്കെ, ആദ്യം തന്നെ ഒരു 5-6 വറ്റൽമുളക് ഞാൻ വെറുതെ ചീഞ്ചട്ടിയിൽ ഇട്ടിട്ട് വറുക്കുകയാണ്. എല്ലാ സംഭവവും ഇതിൽ തന്നെ ഇടണം, നോ ഓയിൽ. ഓക്കെ, എണ്ണയില്ലാണ്ടാണ് വറുക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു പിടിയോളം മല്ലി എടുക്കുക. മല്ലി എടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുക്കുക. അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ പ്രത്യേകത പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. സൂപ്പറായിരിക്കും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സാമ്പാർ എന്ന് പറയുന്നത് തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു പിടിയോളം നമ്മൾ അരിയാണ്, പച്ചരിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 6-7 വറ്റൽമുളക് ഇട്ടു, ഒരു പിടിയോളം മല്ലി ഇട്ടു, മുഴുവൻ മല്ലി ഇട്ടു, ഒരു പിടിയോളം പച്ചരി ഇട്ടു. ഇനി ഒരു 1/2 സ്പൂൺ, അതായത് കയ്യിന് എടുത്തിട്ട് ഒരു 1/2 സ്പൂണോളം ഉലുവ, 1/2 സ്പൂണോളം നല്ല ജീരകം, ഇതും കൂടി ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് ഒന്ന് വറുക്കുക. ഈ ബ്രൗൺ കളറായിട്ട് വറുത്തിട്ട് നമ്മളവിടെ കറക്റ്റായിട്ട് എന്താ പറയുക, നമ്മുടെ ഇഡ്ലിപ്പൊടിക്കൊക്കെ നമ്മൾ പൊടിക്കില്ലേ, അതുപോലെ നമ്മൾ പൊടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഏത് പച്ചക്കറി വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് വന്നിട്ട് കോവയ്ക്ക, ഉരുളക്കിഴങ്ങ്, വഴുതിനിങ്ങ, ഇത് 3 എണ്ണമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒരു കയ്യിന് ഒരു പിടിയോളം ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതേമാതിരി തന്നെ നമ്മൾ മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സാമ്പാർ വളരെ ഡിഫറെൻ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്ന, ഇപ്പോൾ വരയ്ക്കും നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോൾ എന്താ അത്രയ്ക്ക് വലിയ പ്രത്യേകത എന്നുള്ളത്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐറ്റംസാണ് ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇടുന്നത് കൊടംപുളിയാണ്. 2 പുളി എടുത്തിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് അതും കൂടി ഇടുന്നുണ്ട്. ഇനി നമ്മൾ ഈ എന്താ പറയുക, അരയ്ക്കാൻ പോകുന്ന, അതായത് പൊടിക്കാൻ പോകുന്നതിലേക്ക് നമ്മൾ ഒരു പിടിയോളം പൊട്ടുക്കടലയാണ് യൂസ് ചെയ്യണത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ആ പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഇട്ടിട്ട് നല്ല പോലെ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേവണ വരയ്ക്കും ആക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ നിങ്ങൾക്ക് റെഡി ആയിരിക്കും. ഇതുപോലുള്ള കൊടംപുളിയും അതേമാതിരി തന്നെ പൊട്ടുക്കടലയും ഇട്ടിട്ടുള്ള സാമ്പാർ നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ബിക്കോസ് എന്തായാലും നമ്മൾ സാമ്പാർ എന്നൊക്കെ പറയണത് ആഴ്ചയിൽ ഒരിക്കൽ വെക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ എല്ലാ കഷ്ണങ്ങളും കിടന്ന് നന്നായി വേവണം. അങ്ങനെ വെന്തുടങ്ങിയല്ല, നമുക്ക് എല്ലാ കഷ്ണങ്ങളും കഴിക്കാനും കിട്ടണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതാ ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. നന്നായി കുറുകിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളമാക്കുന്നുണ്ട്. പൊട്ടുക്കടലയാണ്. പൊട്ടുക്കടല ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ കുറുകിയിട്ടാണ് വരിക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് നന്നായി കുറുക്കിയിട്ടുള്ള രീതിയിൽ, അതായത് എന്നാൽ കഷ്ണം കാണണമുണ്ട്, എല്ലാം കഴിക്കാനും കിട്ടുന്നുണ്ട്, എന്നാൽ ആ ചാറ് നന്നായിട്ട് കുറുകിയിട്ടുമുണ്ട്, അതുപോലെ ആക്കിയെടുക്കുക. ഇനി ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെറുതെ ഒരു മെഴുക്ക് വരട്ടിയാണ്, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. വെളിച്ചെണ്ണയിൽ വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും നീളത്തിൽ കീറിയിട്ടിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിരിക്കും. ഉള്ളിയോ തക്കാളിയോ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളത് നമുക്ക് എന്താ പറയുക, തൈരും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ സൂപ്പറായിരിക്കും. നിങ്ങൾ എന്തായാലും ഈ ഒരു മെത്തേഡും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇത് രണ്ടുമാണ് ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ച് സെർവ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായതുകൊണ്ട് ലബനപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ സാമ്പാർ, ചോറ്, കൊണ്ടാട്ടം, അതേമാതിരി നമ്മൾ ഉണ്ടാക്കിയ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ കുറച്ച് അച്ചാർ, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ ഇട്ടിട്ട് നമുക്ക് വരൂ, ഊണ് കഴിക്കാൻ തുടങ്ങാം. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടുള്ളൂ. അപ്പോൾ വിളമ്പിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാമ്പാറിൻ്റെ ട്വിസ്റ്റ്? പൊട്ടുക്കടലയും കൊടംപുളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു അടിപൊളിയായിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വരൂ, നമുക്ക് കഴിക്കാം. നല്ല പുളി, നല്ല സാമ്പാർ.
പച്ചക്കറി എന്ത് വേണമെങ്കിലും ഇട്ടോളൂ, കുഴപ്പമില്ല. വെണ്ടയ്ക്കയിൽ വെറും മഞ്ഞപ്പൊടി ഉപ്പും മാത്രം. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Winnie's Kitchen.